ഒരെണ്ണ എന്റെ കൈ തടഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാം. ആയിക്കോട്ടെ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. നമ്മുടെ ഇവിടെ ദുബായില് ഒരു നീഗ്രക്കാരുണ്ടായിരുന്നു. അത് ഞാനാണ്, ഞാൻ തന്നെയാണ്. ഒരു ആഫ്രിക്ക ചെറിയ ചക്കനാ, 14 വയസ്സേ ഉള്ളൂ. എന്നിട്ട് അപ്പൊ അവന്റെ ടിക്ടോക്ക് ലൈവ് ഒക്കെ കണ്ടപ്പോ ബിജി ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ബിജി ചേച്ചിയുടെ കൂടെ ഒരു ദിവസം 7 നൈറ്റൊക്കെ കൂടണം എന്ന് തോന്നുന്നു ആ നീഗ്രോ ചക്കനും. ഞാൻ വിചാരിച്ചോലല്ല. പിന്നെ അങ്ങോട്ട് പോയി ബാംഗ്ലൂർക്ക്. ഇപ്പൊ ഇന്ന് രാവിലെ എത്തിയത്. എന്താന്ന് വെച്ചാൽ തുറന്നു പറ, വെറുതെ സസ്പെൻസ് ഇടാതെ. സത്യം പറയാലോ, ബാംഗ്ലൂര് പോയിട്ട് ഇതേപോലെ കളിച്ചിട്ടില്ല. അവന്റെ ഒക്കെ ഒരു യോഗം തെണ്ടി. ആ മലയാളി ചെറുക്കനും നീഗ്രോ നടുക്ക് അങ്ങനെ കിടന്ന് കൊതിപ്പിക്കല്ലേ ഭഗവാനെ. പക്ഷെ കമ്പനി എനിക്കിഷ്ടായത്. വെളിയിൽ നിന്നുള്ള അണ്ടിയുടെ വരവോടെ നമ്മുടെ അണ്ടിക്ക് മാർക്കറ്റില്ലാണ്ടായി പോയി. എന്റെ പൊന്നുകെട്ടാ, ഒരു ഒന്നൊന്നര സാധനമായിരുന്നു. അവിടുന്ന് തൊട്ട് ദിപിടം വരെ നീളം പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല. ഞാനും ആ കർമ്മന്റെ കൂടെയുള്ള ഡിംഗ്ലോളോഫി ഞാൻ വിട്ടരട്ടെ. എങ്ങനെയുണ്ടെന്ന് നോക്കി കർമ്മിന്റെ സാധനം ഞാൻ വിട്ടുതരാം. ദൈവമേ, ഇവിടെ നിന്ന് നാശമാക്കും. ബിജി ഡയറക്റ്റ് പിടിക്കുന്ന കണ്ടോ? എങ്ങനെയുണ്ടെന്ന് പറയാം. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പെർഫോമൻസ് നോക്കണേ. എങ്ങനെയുണ്ട്? പകച്ചുപോയി എന്റെ ബാല്യം. പറഞ്ഞു കേട്ടതിലും ഗംഭീരം, അത്യുഗ്രൻ. അതില് ബിജി ചേച്ചി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ തലോടി ഇരിക്കണതൊക്കെ ഉണ്ട്. എന്റെ ജീവിതത്തിൽ ഇതുവരെയായിട്ട് കിട്ടാത്തൊരു സെക്സ് ആയിരുന്നു. എന്റെ കയ്യിൽ എങ്ങനെ ആയിരിക്കണം? മിനിമം ഒരു 500 ഡൈവേഴ്സ് കഴിഞ്ഞ് പിറ്റേ ദിവസം പെറ്റണിട്ടേ. ആ തണുപ്പത്ത് എന്നെ എന്തൊക്കെയോ ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തു. അല്ല, അങ്ങനെ സംഭവിച്ചു കാണൂ. എന്റെ വികാരം ആര് തീർത്തു തരും? കുനിഞ്ഞിരുന്ന് പോയി കുണ്ണാൻ മൂച്ചത് നല്ലതാ. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ?